ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ പല കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കി. എൻ്റെ ജീവിതത്തിന്മേൽ ഒരു വിജയമില്ല. പല സ്ഥലങ്ങളിൽ ഞാൻ നേർച്ച കാഴ്ചകൾക്ക് പോയി. എൻ്റെ ജീവിതത്തിന്മേൽ ഒരു വിടുതലില്ല. എല്ലാ അനുഭവങ്ങളിലും ഞാൻ പരാജയപ്പെട്ടവളായിട്ടാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ സന്ദേശം നിങ്ങളോടുള്ളതാകുന്നു. കാരണം ഞാനൊരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. ആ വ്യക്തിയുടെ നാമത്തിന് ശക്തിയുണ്ട്. ഞങ്ങളെ പല വ്യക്തികളും വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുമ്പോൾ, എൻ്റെ പാസ്റ്ററെ, ഞങ്ങളിൽ കഴിയുന്നത് മൊത്തം ട്രൈ ചെയ്തു, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ എന്നും നിരാശ മാത്രമാണ് പറയുന്നതെന്ന് പറഞ്ഞ് പല വ്യക്തികളും ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു പറയാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നൽകുന്ന, നിങ്ങളുടെ ശാപങ്ങളെ പൊട്ടിച്ച് അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന, നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണ സൗഖ്യം തരുവാൻ പറ്റുന്ന ഒരു നാമമുണ്ട്. ആ നാമം യേശുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. ഒരു വാക്യം നമ്മൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നമ്മൾ തുടങ്ങുകയാണ്. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനു മുമ്പായി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പാലക്കാട് വെച്ച് എല്ലാ ഞായറാഴ്ചകളിലും അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുണ്ട്, വിടുതൽ ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സ്ഥലം കടന്നു വരുന്ന പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളാണ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചത് യേശുവിൻ്റെ നാമത്തെ പറ്റി പറയാനാണ്. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഇവർ അവരുടെ നടുവിൽ നിർത്തി, അർത്ഥാൽ പത്രോസിനെയും കൂട്ടരെയും അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പടയാളികളുടെയും പുരോഹിതന്മാരുടെയും നടുവിൽ നിർത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. ഏത് നാമത്തിലാണ്, ഏത് ശക്തി കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തതെന്ന് പത്രോസിനോടും യോഹന്നാനോടും കൂടെ നിന്ന അപ്പോസ്തലന്മാരോടും മഹാപുരോഹിതന്മാരും കൂട്ടരും ചോദിക്കുവാനിടയായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു സാഹചര്യം അവിടെ നടന്നിട്ടുണ്ട്. ആ സാഹചര്യം പറഞ്ഞ് അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്തെന്ന്. പല വ്യക്തികളും ഞങ്ങൾ വിളിച്ചൊക്കെ പറയാറുണ്ട്, ആഭിചാരമാണ്, മന്ത്രമാണ്, കൂടോത്രമാണ്, എന്താ ചെയ്യുക എന്ന് അറിയുകയില്ല. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ആഭിചാരവുമില്ല, ഒരു മന്ത്രവാദവുമില്ല, ഒരു ദുർശക്തിയുമില്ല. കാരണം യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്, പത്രോസും യോഹന്നാനും ഒരിക്കൽ സുന്ദരമെന്ന ദൈവാലയത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുവാൻ കാരണം, എന്നെ കേൾക്കുന്ന പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. ദൈവവചനമായിട്ട് വ്യക്തമായിട്ട് അറിവില്ലാത്ത ആൾക്കാരൊക്കെയുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് വിശകലനം ചെയ്ത് പറയുന്നത്. ഈ സുന്ദരമെന്ന ദൈവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായൊരു വ്യക്തി ആ ദൈവാലയത്തിന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുകയാണ്. ഈ സമയത്താണ് പത്രോസും യോഹന്നാനും ആ വഴിക്ക് കടന്നു പോകുന്നത്. പത്രോസും യോഹന്നാനും ഈ മുടന്തനായ വ്യക്തിയെ കണ്ടു. അവനോട് ചോദിച്ചു, അവനെ ഉറ്റുനോക്കുവാനിടയായിത്തുള്ളൂ. മുടന്തനായ വ്യക്തി പത്രോസിന്റെയും യോഹന്നാന്റെയും കയ്യിൽ നിന്ന് വല്ല സമ്പത്തും കിട്ടും,
വല്ല കാശും കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവനെ ഉറ്റുനോക്കിയപ്പോൾ പത്രോസും യോഹന്നാനും പറഞ്ഞൊരു കാര്യമുണ്ട്: വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നിനക്ക് തരുവാനുള്ള ഒന്നുണ്ട്. അതെന്ന് പറയുന്നത് നസ്രയനായ യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും അവനെ യേശുവിന്റെ നാമം പറഞ്ഞിട്ട് അവനെ കൈപിടിച്ചുയർത്തി. ഇമ്മീഡിയറ്റ്ലി ദൈവത്തിന്റെ വചനം പറയുന്ന അവന്റെ നരയാണി ഉറച്ചു, അവൻ സൗഖ്യമാകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തി വലുതാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കുവാനിടയായിത്തീരും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല ഭവനങ്ങളിനകത്തും ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. നിങ്ങൾ എന്നാ രോഗത്തിന്റെ അടിമത്തത്തിൽ കിടക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞാലും, അത് ക്യാൻസർ ആകട്ടെ, ബ്ലഡ് ഷുഗർ ആകട്ടെ, അത് ഇൻക്യൂറബിൾ ഡിസീസ് ആകട്ടെ, ഏതുമാകട്ടെ, ഇന്ന് പകൽക്കാലം എന്നോടൊപ്പം ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഭവനത്തിനകത്ത് യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. ദൈവിക സൗഖ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. നാഡീ ഞരമ്പുകളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. പെട്ടെന്ന് സൗഖ്യം സംഭവിച്ചു. സൗഖ്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാര്, അവിടെ ഉണ്ടായിരുന്ന ഇവനെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഭയപ്പെട്ടു പോയി. കാരണം ഇസ്രയേലിൽ ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി അവർ പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോകുവാനിടയായി തോന്നുന്നു. ചില സമയങ്ങൾ ദൈവം നിന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നീ കുറെ നാളായി നിന്നാപാത്രമായൊക്കെ കിടക്കുന്നു എന്ന് നിന്നെപ്പറ്റി ഒരു ചിന്തയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ നടുവിൽ നിന്നെ നോക്കിക്കൊണ്ടൊരു ദൈവിക ദൂത് ഞാൻ വിളിച്ചു പറയാ. പലരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും. കാരണം നീ വിളിച്ചപേക്ഷിക്കുന്ന നാമത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ സമയത്ത് അവിടെയുണ്ടായിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും ഇവരെല്ലാം പത്രോസിനെയും യോഹന്നാന്റെയും അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ശക്തിയും ഏത് നാമത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? ഈ സമയത്ത് പത്രോസ് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനും നിങ്ങൾ തള്ളിക്കളഞ്ഞവനുമായ ആ യേശു എന്നറിയപ്പെടുന്ന ആ രക്ഷിതാവിന്റെ നാമത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. ഹല്ലേലൂയ. അവർ ആ യേശുവിനെ ക്രൂശിക്കുവാനിടയായി തീർന്നു. അവൻ ക്രൂശിച്ചതിന് ശേഷം അവനെ കല്ലറയിലേക്ക് അകത്തേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. എന്നാൽ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല നാമത്തിനും മേലായ നാമം അവന് കൊടുത്തു. ഹല്ലേലൂയ. ആ നാമത്തെ വിളിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ആ നാമത്തിന്റെ ശക്തിയുണ്ടെന്ന് പത്രോസും കൂട്ടരും പറവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കിക്കൊണ്ട് ഒരു ദൈവശബ്ദം ഞാൻ കൈമാറുകയാണ്. നിങ്ങളും ഞാനും വിളിച്ചപേക്ഷിക്കുന്ന ആ യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആ നാമം ചുമ്മയുള്ളൊരു നാമമല്ല. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം ഒരു പദം പറയുന്നുണ്ട്, സകല നാമത്തിനും മേലായ നാമമാണ് യേശുവിന്റെ നാമം. അവിടെ കൊണ്ട് തീരുന്നില്ല. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഒരേപോലെ മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. ഗ്ലോറി ടു ഗാഡ്. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി തരാം. അവൻ 3 ലോകത്തിലും ഒരേപോലെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു നാമമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന്റെ നാമമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ മന്ത്രിമാരുണ്ട്, അവൻ അധികാരികളുണ്ട്. അവരുടെ അധികാരവും അവരുടെ ഇൻഫ്ലുവൻസും അവർ ആയിരിക്കുന്ന മേഖല കൊണ്ട് ഒതുങ്ങിത്തീരുമ്പോൾ യേശുവിന്റെ നാമമുണ്ടല്ലോ,
ആമേൻ 3 സ്ഥലങ്ങളിൽ ഒരേപോലെ ഇൻഫ്ലുവൻസ് ഉള്ള നാമമാണ്. ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ, ഞാൻ ഹല്ലേലൂയ പറയുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ആ നാമത്തിന് നിങ്ങളുടെ മേൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആമേൻ. ഈ രാജ്യത്തിൽ മാത്രമല്ല, ആമേൻ ആമേൻ ആമേൻ, ലോകത്തിലുള്ള സകല രാജ്യങ്ങളിലും, ഉയരത്തിലെ സ്വർഗത്തിലും പാതാളത്തിന്മേലും ഒരേപോലെ ഒരു അധികാരമുള്ള ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ മുമ്പിൽ ദുർമന്ത്രവാദങ്ങൾ ഹല്ലേലൂയ തീർന്നു പോകുവാനിടയായിത്തീരും. നമ്മൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം തുടർന്ന് വായിച്ചു വരുമ്പോൾ ആമേൻ, ദുർമന്ത്രവാദികളും ആഭിചാരകരെല്ലാം യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ അടിയുറവ് വെക്കുന്നത് നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു. ഇന്ന് പകൽക്കാലം എത്ര ഇൻഫ്ലുവൻസിന്റെ, എത്ര ദുർമന്ത്രവാദത്തിന്റെയോ ദുർശക്തിയുടെയോ അവൻ പൈശാചിക ആധിപത്യത്തിന്റെ നടുവിലാണ് നിങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളെ വിടുവിക്കുവാൻ കമോൺ, യേശു എന്ന നാമത്തിന് ശക്തിയുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ഭവനങ്ങളുടെ അകത്ത് ആ യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ചില ഡിപ്രഷനിൽ നിന്നുകൊണ്ട്, ഞെരുക്കത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പുറത്തെടുക്കുകയാണ്. ചില വ്യക്തികളുടെ കുടുംബത്തിന്റെ മേൽ ആമേൻ 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 തലമുറകൾ ദൈവം നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഇന്ന് യേശു ഒരു അത്ഭുതം ചെയ്യുകയാണ്. ആ നാമത്തെ പറ്റി 700 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ നിത്യപിതാവാണ്. അങ്ങനെയെങ്കിൽ ആ അത്ഭുത മന്ത്രി നിങ്ങളുടെ അകത്തിറങ്ങി ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ ചെയ്തെടുക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് കാണാൻ വേണ്ടി പോകുകയാണ്. മാറ്റങ്ങൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾക്ക് ഒന്നിനും കഴിവില്ലെങ്കിലും യേശുവേ എന്നൊന്ന് വിളിച്ചാൽ ആ നാമത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഇറങ്ങി വരുന്നത് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ജനത്തെ ദൈവങ്ങളിലേക്ക് പരിവലിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. ആ ശക്തി ഇവരുടെ ഭവനത്തിനകത്ത്, ഇവരുടെ ജോലി സ്ഥലത്ത്, ഇവരെവിടെയായിരിക്കുന്നു അവിടെ വെളിപ്പെട്ടു വരട്ടെ. ശാപങ്ങൾ അഴിയുന്നു, രോഗങ്ങൾ തകരുന്നു. ആമേൻ ആമേൻ. ദൈവശക്തി ഇവരുടെ ഭവനത്തിനകത്ത് ഇറങ്ങി വരുന്നു. അതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. മാറ്റങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളോട് വിളിച്ചറിയിക്കാം. ആമേൻ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ശാപത്തിന് കീഴിലല്ല, നിങ്ങൾക്കൊരു നാമം നൽകി തന്നിട്ടുണ്ട്. ആ നാമം ഉപയോഗിച്ചാൽ ആ നാമത്തിന്റെ ശക്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ.